അവരവിടെ നിന്നും അടുത്തുള്ള ഷോപ്പിംഗ് മോളിലേക്കാണ് പോയത്. ആദ്യം എല്ലാവർക്കും ഡ്രസ്സ് എടുക്കാൻ തുടങ്ങി. വേണി മടിച്ചു മാറി നിന്നെങ്കിലും കണ്ണൻ കണ്ണുരുട്ടി കാണിച്ച് അവളെ കൂടെ നിർത്തി. എല്ലാവരും ഓരോന്ന് സെലക്ട് ചെയ്തപ്പോൾ കണ്ണനാണ് വേണിക്ക് വേണ്ടി എല്ലാം സെലക്ട് ചെയ്തത്. അതൊക്കെ അവൾക്ക് ഇഷ്ടാവുകയും ചെയ്തു. അതിനുശേഷം അവിടെ തന്നെയുള്ള തിയേറ്ററിൽ ഫിലിം കാണാൻ കയറി. ഒരേ നിരയിൽ ഏറ്റവും അറ്റത്തായി കണ്ണനിരുന്നു. തൊട്ടടുത്തായി വേണിയും. അവളുടെ അടുത്ത് എല്ലാവരുടെയും നടുക്കായി അച്ചുവും. അവളുടെ ഒപ്പം അല്ലിയും. ഏറ്റവും അവസാനം അവളുടെ തൊട്ടടുത്തായി രാഹുലും ഇരുന്നു. ഫിലിം തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോൾ തോളിൽ എന്തോ ഭാരം പോലെ തോന്നി കണ്ണൻ നോക്കിയപ്പോൾ തൻ്റെ തോളിൽ ചാരി കിടന്നു മയങ്ങുന്ന വേണിയെയാണ് കണ്ടത്. അവൻ അവളെ ഒരു കൈ കൊണ്ട് കുറച്ചുകൂടി ചേർത്ത് കിടത്തി. പിന്നെ അവൻ ഫിലിം കണ്ടതേയില്ല. തൻ്റെ തോളിൽ കിടന്നു മയങ്ങുന്ന വേണിയുടെ മുഖത്തായിരുന്നു അവൻ്റെ കണ്ണ്. പടം തീർന്നപ്പോൾ അവൻ അവളെ തട്ടി വിളിച്ചു. ഇവിടെ കിടന്നുറങ്ങാനാണോ കൃഷ്ണ നീ വന്നേ? അവൻ അവളെ കളിയാക്കി. ബീച്ചിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തൊട്ട് ഉറക്കം വന്നിരിക്കുമായിരുന്നു കണ്ണേട്ടാ. അതാ അവൾ കണ്ണ് തിരുമ്മിക്കൊണ്ട് പറഞ്ഞു. വൈകിട്ടോടെ എല്ലാവരും വീട്ടിലെത്തി. എത്തിയ ഉടനെ തന്നെ ഓഫീസിൽ എന്തോ അത്യാവശ്യമുണ്ടെന്ന് വിളിച്ചറിയിച്ചതിനെ തുടർന്ന് കണ്ണനും രാഹുലും പോയി. വേണി ഡ്രസ്സ് മാറി താഴേക്ക് വന്നു. അപ്പോഴാണ് അച്ഛൻ അവളെ നടുമുറ്റത്തേക്ക് വിളിപ്പിക്കുന്നത്. എന്താ അച്ഛാ? അവൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെന്നിരുന്നോട് ചോദിച്ചു. അച്ഛന് ഒരാഗ്രഹം, എൻ്റെ മോളത് നടത്തി തരുമോ? അവളുടെ തലയെ തഴുകിക്കൊണ്ട് അദ്ദേഹം ചോദിച്ചു. അച്ഛൻ പറയൂ, എന്നെക്കൊണ്ട് പറ്റുന്നതാണെങ്കിൽ ഞാൻ നോക്കാം, അവൾ മറുപടി കൊടുത്തു. മോള് നാളെ മുതൽ ഓഫീസിലേക്ക് പോകണം, കണ്ണൻ്റെ അസിസ്റ്റൻ്റായി. അച്ഛൻ പറഞ്ഞത് കേട്ട് അവൾ ഞെട്ടി. ഞാനോ? അതും കണ്ണേട്ടൻ്റെ അസിസ്റ്റൻ്റായോ? അത് ശരിയാവില്ല അച്ഛാ, അവൾ നിഷേധാർത്ഥത്തിൽ പറഞ്ഞു. മോള് ഡിസൈനിങ് ഒക്കെ പഠിച്ചതല്ലേ, പഠിപ്പ് വെച്ചെന്തിനാ കുട്ടി വീട്ടിലിരിക്കുന്നേ? ഇതാകുമ്പോൾ നമ്മുടെ കമ്പനി തന്നെയല്ലേ. മാത്രമല്ല കണ്ണനും എപ്പോഴും അവിടെ ഉണ്ടല്ലോ. മോള് ഒറ്റയ്ക്കാകില്ല. എന്നാലും അച്ഛാ. മോളെ, അവൻ്റെ PA റിസൈൻ ചെയ്തു. അപ്പോൾ എന്തായാലും പുതിയ ഒരാളെ നോക്കണം. ഇതാകുമ്പോൾ നീ വെറുതെ ഇരിക്കുകയും വേണ്ട. എന്നാൽ നീ അവിടെ സുരക്ഷിതവുമായിരിക്കും. എൻ്റെ ഒരു ആഗ്രഹം ഞാൻ പറഞ്ഞെന്ന് മാത്രം, ഞാൻ നിർബന്ധിക്കില്ല. മോൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നമുക്ക് നോക്കാം. അതും പറഞ്ഞ് അവളുടെ തലയിൽ ഒന്നുകൂടെ തഴുകിയിട്ട് അച്ഛൻ എഴുന്നേറ്റ് പോയി. അവൾ അവിടെ തന്നെ ഇരുന്നു. അച്ഛൻ ആദ്യമായ ഒരു കാര്യം തന്നോട് ആവശ്യപ്പെട്ടതാണ്. സമ്മതിച്ചില്ലെങ്കിൽ അത് നന്ദികേട് തന്നെയാണ്. പക്ഷേ കണ്ണേട്ടൻ്റെ അസിസ്റ്റൻ്റ് ആകുവാന്ന് വെച്ചാൽ ഞാൻ എന്ത് ചെയ്യും കൃഷ്ണ? അവൾ ആലോചിച്ചുകൊണ്ടിരുന്നു. അച്ഛനും അമ്മയും സിറ്റ് ഔട്ടിൽ ഇരിക്കുന്നത് കണ്ട് അവൾ അങ്ങോട്ട് ചെന്നു. അച്ഛാ, അവളുടെ വിളി കേട്ട് അദ്ദേഹം തിരിഞ്ഞു നോക്കി. എന്താ മോളെ? ഞാൻ പോകാം അച്ഛാ ഓഫീസിൽ. എനിക്ക് സമ്മതമാണ്. മോൾക്ക് തോന്നിയിട്ട് തന്നെയാണോ പറയുന്നേ, അതോ ഞാൻ പറഞ്ഞതുകൊണ്ടാണോ? ഏയ് അല്ല അച്ഛാ, എനിക്ക് തോന്നിയിട്ട് തന്നെയാണ്. നല്ല കാര്യം മോളെ, അച്ഛൻ സന്തോഷത്തോടെ പറഞ്ഞു. പക്ഷേ MDയുടെ ഭാര്യയാകാൻ പോകുന്ന ആൾ എന്നുള്ള പരിഗണന എനിക്കവിടെ വേണ്ട അച്ഛാ. എനിക്കൊരു സാധാരണക്കാരിയായി ജോലി തുടങ്ങണം എന്നാണ് ആഗ്രഹം, അവൾ മടിച്ചു പറഞ്ഞു. അതാ മോളെ നല്ലത്. പക്ഷേ നീ ഒറ്റയ്ക്ക് പോകണ്ട, കണ്ണൻ്റെ കൂടെ പോയാൽ മതി. അതിനെപ്പറ്റിയുള്ളൊരു സംസാരം അവിടെ ഉണ്ടാവുകയാണെങ്കിൽ കണ്ണൻ്റെ വീടിൻ്റെ അടുത്താണ് താമസമെന്ന് മാത്രം പറഞ്ഞാൽ മതി. എന്തു പറയുന്നു? അത് മതി അച്ഛാ, അവളും സമ്മതിച്ചു. പിന്നെ കണ്ണൻ ഇത് അറിയേണ്ട മോളെ, നാളെ അവനൊരു സർപ്രൈസ് ആകട്ടെ, അമ്മ പറഞ്ഞു. അവൾ സമ്മതപൂർവ്വം ചിരിച്ചുകൊണ്ട് തലയാട്ടി. അവൾ അങ്ങോട്ട് പോയതും അമ്മ അച്ഛനെ എങ്ങനെയുണ്ട് എന്ന രീതിയിൽ നോക്കി. എൻ്റെ ലക്ഷ്മി, സമ്മതിച്ചു തന്നിരിക്കുന്നു നിന്നെ. നീ പറഞ്ഞതുപോലെ ഞാൻ വേണിമോളോട് സംസാരിച്ചത് കൊണ്ടാണ് അവളിപ്പോൾ സമ്മതിച്ചത്. ഇല്ലെങ്കിൽ PA ആയിട്ട് ആ അഞ്ചു കയറിയേനെ, അച്ഛൻ പറഞ്ഞു. അയ്യടാ ഒരു കൊഞ്ച്, അവൾ എൻ്റെ മോനെ വശീകരിക്കാനാണ് നടക്കുന്നത് തന്നെ. അങ്ങനെയുള്ളവൾ എൻ്റെ മോൻ്റെ അസിസ്റ്റൻ്റായിട്ട് എങ്ങനെ കയറിയാലുള്ള അവസ്ഥ? സമ്മതിക്കില്ല ഞാൻ. എൻ്റെ വേണിമോളുടെ സ്ഥാനത്ത് അവൾ തന്നെ മതി, അമ്മ വാശിയോടെ പറഞ്ഞു. ആ സംസാരം കേട്ട് അച്ഛൻ ചിരിച്ചുപോയി. അവിടുത്തെ മുത്തശ്ശൻ്റെ വകയിൽ ഒരു ബന്ധുവും ബിസിനസ്മാനുമായ ഹരിയുടെ ഒരേ ഒരു മകളാണ് അഞ്ജു എന്ന അഞ്ജന ഹരി. കണ്ണൻ്റെ കമ്പനിയിലെ മോഡലിസ്റ്റ് ഒരാളാണ്. കണ്ണനെ മാത്രം മതിയെന്നും പറഞ്ഞ് കടിച്ചു തൂങ്ങി നിൽക്കുവാണ് പുള്ളിക്കാരി. പിറ്റേന്ന് രാവിലെ ഓഫീസിലേക്ക് ഇറങ്ങുന്നത് വരെയും വേണി അവിടെ ജോയിൻ ചെയ്യുന്ന കാര്യം കണ്ണൻ അറിഞ്ഞില്ല. അവൻ ഇറങ്ങി കുറച്ച് കഴിഞ്ഞപ്പോൾ അവൾ പോയി റെഡിയായി വന്നു. ആർട്സ് ഫെസ്റ്റ് നടക്കുന്നത് കൊണ്ട് അച്ചുവിന് 2 ദിവസത്തേക്ക് ക്ലാസ് ഇല്ല. അതുകൊണ്ട് വേണിയെ അവൾ കൊണ്ടുപോകുമെന്ന് പറഞ്ഞു. വേണി പൂജാമുറിയിൽ കയറി പ്രാർത്ഥിച്ച് മുത്തശ്ശിയുടെയും അച്ഛൻ്റെയും അമ്മയുടെയും അനുഗ്രഹം വാങ്ങി ഇറങ്ങി. ടെൻഷനുണ്ടോ ചേച്ചിക്ക്? സ്കൂട്ടി ഓടിക്കുന്നതിനിടയിൽ അച്ചു ചോദിച്ചു. ഉണ്ടെന്നോ? ടെൻഷൻ മാത്രമേ ഉള്ളൂ. ഒന്നാമത് ഇന്ന് ഞാൻ ചെല്ലുന്നത് നിന്റെ ചേട്ടൻ അറിഞ്ഞിട്ടില്ല.
അതിൻ്റെ കൂടെ ആദ്യമായിട്ടല്ലേ ഞാൻ ജോലിക്ക് കയറുന്നത്. അവൾ പുറകിലിരുന്നുകൊണ്ട് പറഞ്ഞു. അവിടെ എല്ലാവരും നല്ല ഫ്രണ്ട്ലിയാണ് ചേച്ചി, പേടിക്കാനൊന്നുമില്ല. കുറച്ചു കഴിഞ്ഞ് ഒരു വലിയ കെട്ടിടത്തിൻ്റെ മുൻപിൽ അച്ചു വണ്ടി നിർത്തി. വേണിയിറങ്ങി മുന്നിലേക്ക് നോക്കി. കണ്ണൻ്റെ സ്വപ്നാവിഷ്കാരം, അവൻ്റെ ജീവൻ്റെ ഒരു ഭാഗം, കൃഷ്ണ ഗ്രൂപ്പ്. വാ ചേച്ചി. അച്ചു അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് അകത്തേക്ക് കയറി. വേണി അകത്തേക്ക് കയറി ചുറ്റിനും നോക്കി. 5 ഫ്ലോറുള്ള ഒരു വലിയ ബിൽഡിംഗ്. ആളുകൾ പല സ്ഥലത്തായി നിന്ന് പല ജോലികളിലാണ്. താഴത്തെ ഫ്ലോറിൽ ഡിസ്പ്ലേ ആയി അവർ ഡിസൈൻ ചെയ്ത ഡ്രസ്സുകളും ഷൂസുമുണ്ട്. അവൾ അച്ചുവിനെ ലിഫ്റ്റിൽ കയറി 3-ാം നിലയിലെത്തി. അച്ചുവിനെ ഒരുവിധം എല്ലാവർക്കും പരിചിതമായിരുന്നു. അവൾ അവരോടൊക്കെ ചിരിച്ചുകൊണ്ട് കണ്ണൻ്റെ ക്യാബിനിലേക്ക് കയറി. അവൻ അവിടെ ഉണ്ടായിരുന്നില്ല. അവൾ പുറത്തിറങ്ങി അവിടെയുള്ളൊരു സ്റ്റാഫിനെ കണ്ടു. ചേച്ചി, ഏട്ടനെവിടെ? ധന്യമേടവുമായി ഒരു മീറ്റിംഗ് ഉണ്ട് മോളെ. അനുരാഗ് സാർ മാഡത്തിൻ്റെ ഒപ്പമുണ്ട്. ഇവിടെ വെയിറ്റ് ചെയ്തോളൂ, സാറിപ്പോൾ വരും. അവൾ തിരിച്ച് അകത്തേക്ക് കയറി. ഏട്ടൻ മീറ്റിങ്ങിലാ ചേച്ചി. ചേച്ചി വാ, ഇവിടെയുള്ളവരൊക്കെ ഞാൻ പരിചയപ്പെടുത്തി തരാം. അപ്പോഴേക്കും ഏട്ടൻ വരും. അവൾ വേണിയോട് പറഞ്ഞ് വേണി അവൾക്കൊപ്പം എഴുന്നേറ്റ് ചെന്നു. എടാ ലിബിനെ, ഇതാരാ യുദ്ധഭൂമിയിൽ പുതിയൊരു ഭടൻ? വേണിയെ നോക്കി കാർത്തിക് എന്ന കാർത്തി ചോദിച്ചു. ആവോ, അറിയില്ല. അച്ചുവിൻ്റെ കൂടെയാണല്ലോ വരവ്. അവനും അവരെ നോക്കി പറഞ്ഞു. അച്ചു നടന്ന് അവരുടെ അടുത്തേക്ക് എത്തി. അവൾക്ക് ഈ ഓഫീസിൽ ഏറ്റവും കൂടുതൽ പരിചയം അവരുമായിട്ടാണ്. ഹലോ മക്കൾസ്, അവൾ കൈ ഉയർത്തി കാണിച്ചുകൊണ്ട് അവരോട് പറഞ്ഞു. ഇതാരാ അച്ചു? ലിബിൻ ചോദിച്ചു. പറഞ്ഞു തരാം. രശ്മിയും മരിയും എവിടെ? ഞങ്ങളിവിടെ ഉണ്ടേ. 2 പെൺകുട്ടികൾ അവരുടെ അടുത്തേക്ക് വന്നുകൊണ്ട് പറഞ്ഞു. അവരുടെയൊക്കെ കണ്ണ് വേണിയുടെ മുഖത്തായിരുന്നു. അത് കണ്ട് അച്ചു പറഞ്ഞു. ഇത് വേണി ചേച്ചി, ഞങ്ങളുടെ വീടിൻ്റെ അടുത്താണ് താമസം. ഇന്നു മുതൽ ഇവിടെ ജോയിൻ ചെയ്യുവാണ്, ഏട്ടൻ്റെ PA ആയിട്ട്. അവൾ പറഞ്ഞപ്പോൾ എല്ലാവരും വേണിയെ നോക്കി ചിരിച്ചു. അവൾ തിരിച്ചു. വേണി ചേച്ചി, ഇത് കാർത്തിക് ചേട്ടൻ, ഇത് ലിബിൻ ചേട്ടായി, ഇത് മരിയ, ഇത് രശ്മി. അച്ചു ഓരോരുത്തരെയായി അവൾക്ക് പറഞ്ഞു കൊടുത്തു. ഇതേ സമയം അവിടുത്തെ ഡിസൈനിങ് ഹെഡായ ധന്യയുമായി സംസാരത്തിലായിരുന്നു കണ്ണൻ. ധന്യ, അപ്പം താൻ പറഞ്ഞു വരുന്നത് അഞ്ജന വേണ്ട എന്നാണോ? അതേ അനുരാഗ്, അഞ്ജന നല്ലൊരു മോഡൽ തന്നെയാണ്, അതിൽ സംശയമില്ല. പക്ഷേ ഇത്രയും നാൾ നമ്മൾ ചെയ്തിരുന്ന വർക്ക് പോലെയല്ലല്ലോ ഇത്. ഇതിന് നമ്മൾ ഫ്രഷ് ആയിട്ടുള്ള ഒരാളെ സെലക്ട് ചെയ്യണം. അല്ലെങ്കിൽ നമ്മൾ ഈ കഷ്ടപ്പെടുന്നതൊക്കെ വെറുതെയായി പോകുമെന്ന് 101% ഉറപ്പാണ്. അവൾ പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റു. ഒപ്പം കണ്ണനും. ഡോറ് തുറന്ന് പുറത്തേക്കിറങ്ങി അവൾ ബാക്കി പറഞ്ഞു. എല്ലാവർക്കും അവരുടേതായ സ്റ്റൈലുണ്ടല്ലോ, അത് തനിക്കും അറിയാലോ. അഞ്ജനയുടെ സ്റ്റൈൽ മോഡേൺ ആണ്. ആ കുട്ടിക്ക് ക്ലാസിക്കൽ സ്റ്റൈൽ ചേരില്ല. അത് കഴിഞ്ഞ ദിവസം ട്രെയിൻ നോക്കിയപ്പോൾ തന്നെ എനിക്കും അതുപോലെ തന്നെ ഫോട്ടോഗ്രാഫർ പ്രശാന്തിനും മനസ്സിലാക്കിയ കാര്യമാണ്. താനും ഞാനും ബാക്കിയുള്ള സ്റ്റാഫുകളും ഇത്രയും കഷ്ടപ്പെട്ട് സമയവും പൈസയും കളഞ്ഞ് ചെയ്യുന്ന ഈ വർക്ക് സക്സസ് ആവണം എന്നല്ലേ നമ്മുടെ ആഗ്രഹം. എനിക്ക് മനസ്സിലാകുന്നുണ്ട് താൻ പറയുന്നത്. എങ്ങനെയുള്ള ആളെയാണ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്? നമുക്ക് പുതിയ ആളെ നോക്കാം. ഇത് ക്ലാസിക്കൽ സ്റ്റൈൽ സീരീസ് അല്ലേ, സോ മെയിനായി നൃത്തം അറിയണം. കാരണം ഭാവങ്ങളൊക്കെ മുഖത്ത് വരേണ്ടതുണ്ട്. ഒരു ശാലീന സൗന്ദര്യമാണ് ഇതിൽ നമുക്ക് ആവശ്യം. ഐശ്വര്യമുള്ള മുഖമായിരിക്കണം. നല്ല വിടർന്ന കണ്ണും ഇടതൂർന്ന മുടിയൊക്കെയുള്ള ഒരു പെൺകുട്ടിയെയാണ് നമുക്ക് വേണ്ടത്. ധന്യ അങ്ങനെ പറഞ്ഞപ്പോൾ വേണിയുടെ മുഖമാണ് കണ്ണൻ്റെ മനസ്സിൽ തെളിഞ്ഞത്. അനുരാഗ്, കണ്ടു, അങ്ങനെ ഒരു പെൺകുട്ടിയെ കണ്ടു, ദാ നോക്ക്. ധന്യ ആവേശത്തോടെ മുന്നോട്ട് നോക്കി പറഞ്ഞപ്പോൾ അവനും മുന്നോട്ട് നോക്കി. അച്ചുവിൻ്റെ ഒപ്പം ബാക്കിയുള്ളവരുമായി ചിരിച്ച് സംസാരിച്ച് നിൽക്കുന്ന വേണിയെ കണ്ട് അവൻ ഞെട്ടി. കൃഷ്ണ, ഞാൻ മനസ്സിൽ വിചാരിച്ച പോലെ തന്നെയാണ് ആ കുട്ടിയെ കാണാൻ. നമുക്കൊന്ന് സംസാരിക്കാം അനുരാഗ് അതിനോട്. എങ്ങനെയും സമ്മതിപ്പിക്കണം. ധന്യയുടെ സംസാരം കേട്ടാണ് കണ്ണൻ വേണിയിൽ നിന്ന് നോട്ടം മാറ്റുന്നത്. അവൻ എന്തെങ്കിലും പറയാൻ മുൻപേ തന്നെ ധന്യ മുന്നോട്ട് നടന്ന് അവരുടെ അടുത്തെത്തി. അപ്പോഴാണ് വേണിയുടെ കൂടെ നിൽക്കുന്ന അച്ചുവിനെ അവർ കാണുന്നത്. ആ, ദേ ഏട്ടൻ വന്നല്ലോ. അച്ചു അവരുടെ അടുത്തേക്ക് നടന്നു വരുന്ന കണ്ണനെ നോക്കി പറഞ്ഞു. അത് കേട്ട് വേണിയും അവനെ നോക്കി. അവൻ്റെ നോട്ടവും അവരുടെ മേലെയായിരുന്നു. കണ്ണനെ കണ്ടതും കാർത്തിയും ലിബിനുമൊക്കെ നല്ല കുട്ടികളായി അവരുടെ ജോലി നോക്കാൻ തുടങ്ങി. നിങ്ങളെന്താ ഇവിടെ? കണ്ണൻ നോട്ടം മാറ്റാതെ തന്നെ ചോദിച്ചു. ഇന്നു മുതൽ ഏട്ടൻ്റെ PA വേണി ചേച്ചിയാണ്, അച്ചൊരു കണ്ണുറുക്കിക്കൊണ്ട് പറഞ്ഞു. അത് കേട്ടതും അവൻ്റെ തലയിലെ കിളികളൊക്കെ ഏതോ വഴിക്ക് പറക്കാൻ തുടങ്ങി. അവൻ കണ്ണും തള്ളി വേണിയെ നോക്കി. അവൾ അവനെ നോക്കി ഒന്ന് ഇളിച്ചു കാണിച്ചു. നിങ്ങൾ തമ്മിൽ നേരത്തെ പരിചയമുണ്ടോ? ധന്യ ചോദിച്ചു. കണ്ണൻ എന്തുത്തരം പറയുമെന്ന് ആലോചിച്ച് നിന്നപ്പോഴേക്കും വേണിയുടെ മറുപടി എത്തി. അനുരാഗ് സാറിൻ്റെ അടുത്ത വീട്ടിലാണ് ഞാൻ താമസിക്കുന്നത്.
ആദ്യം കണ്ണേട്ടൻ എന്ന് പറയാൻ വന്നെങ്കിലും ഓഫീസാണല്ലോ എന്നോർത്ത് അവൾ പെട്ടെന്ന് സാറെന്ന് തിരുത്തി. അവളുടെ മറുപടി കേട്ട് കണ്ണൻ അവളെ ഒന്ന് ഇരുത്തി നോക്കി. അപ്പോൾ നിങ്ങളൊക്കെ തമ്മിൽ നല്ല കൂട്ടായിരിക്കുമല്ലേ? ധന്യ സന്തോഷത്തോടെ ചോദിച്ചു. അതേലോ, എന്താ ചേച്ചി? നമുക്ക് എൻ്റെ ക്യാബിനിലേക്ക് പോകാം. അതും പറഞ്ഞ് വേണിയെ ഒന്ന് നോക്കി അവൻ ക്യാബിൻ റൂമിലേക്ക് കയറി. പുറകെ ബാക്കിയുള്ളവരും. ഇരിക്ക് കൃഷ്ണ. അവൻ മുൻപിലുള്ള ചെയർ ചൂണ്ടി പറഞ്ഞപ്പോൾ വേണി അവിടെ ഇരുന്നു. അടുത്തായി അച്ചുവും കൂടെ ധന്യയും ഇരുന്നു. ഇയാളുടെ പേരെന്താ? അവൾ വേണിയോട് ചോദിച്ചു. കൃഷ്ണവേണി, അവൾ ഒരു ചിരിയോടെ പറഞ്ഞു. ഡാൻസ് അറിയുവോ? അറിയാം. അത് കേട്ടപ്പോൾ ധന്യയുടെ മുഖത്തൊരു പുഞ്ചിരി തെളിഞ്ഞു. ലുക്ക് കൃഷ്ണവേണി, പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഞങ്ങൾ തന്നോട് പറയാനുള്ളത്. ഈ കമ്പനിയെപ്പറ്റി തനിക്ക് അറിയായിരിക്കുമല്ലോ. ഞാൻ ധന്യ, ഇവിടുത്തെ സീനിയർ ഡിസൈനറാണ്. ഡ്രസ്സ് മാത്രം, ഷൂ ഡിസൈനിങ് ഇവിടെ വേറെ ആളുകളുണ്ട്. ഇവിടെ ഓരോ മാസവും ഫാഷൻ ഷോ, അഡ്വർടൈസ്മെൻറ്റ്, മോഡലിംഗ് ഒക്കെ നടത്താറുണ്ട്. മോഡലിംഗ് ആണ് പ്രധാനമായും നടത്തുന്നത്. നമ്മൾ ഡിസൈൻ ചെയ്യുന്ന ഡ്രസ്സും ഷൂസുമാണ് മോഡൽ ചെയ്യുക. മനസ്സിലാകുന്നുണ്ടോ? ധന്യ ചോദിച്ചപ്പോൾ അവൾ ഉവ്വെന്ന് തലയാട്ടി. ഓക്കെ. ഓരോ മാസവും നമ്മൾ ഓരോ തീം വെച്ചാണ് മോഡലിംഗ് വർക്കുകൾ ചെയ്യുന്നത്. ഈ മാസം ഇതുവരെ നമ്മൾ ചെയ്തിട്ടില്ലാത്തൊരു തീമാണ് ചെയ്യുന്നത്. ക്ലാസിക്കൽ ഡാൻസും അതുപോലെ ട്രഡീഷണൽ വസ്ത്രങ്ങളുമാണ് ഈ മാസത്തെ തീം. ഇത്രയും നാളും അഞ്ജനയായിരുന്നു മോഡൽ. തനിക്ക് ചിലപ്പോൾ അറിയായിരിക്കും ആ കുട്ടിയെ. അനുരാഗിൻ്റെ കസിനാണ്. അത് പറഞ്ഞപ്പോൾ വേണി കണ്ണനെ ഒന്ന് നോക്കി. അപ്പോഴേക്കും ഒരു സ്റ്റാഫ് അകത്തേക്ക് വന്ന് അവർക്കുള്ള ജ്യൂസും മറ്റും കൊണ്ടുവന്ന് വെച്ചു. എല്ലാവരും ഓരോ ഗ്ലാസ് കയ്യിലെടുത്തു. ധന്യ തുടർന്നു. അഞ്ജന നല്ലൊരു മോഡൽ തന്നെയാണ്, ആ കാര്യത്തിൽ സംശയമൊന്നുമില്ല. പക്ഷേ ഇപ്പോഴത്തെ തീമിന് ആ കുട്ടി ഒട്ടും മാച്ചല്ല. കാരണം അവൾ കുറച്ചുകൂടി മോഡൽ രീതിയിലാണ് ചേരുന്നത്. അപ്പം ഞങ്ങൾ പുതിയതായ ഒരു മോഡലിനെ തിരഞ്ഞെടുക്കാമെന്ന് തീരുമാനിച്ചു. ധന്യ എന്താണ് പറഞ്ഞു വരുന്നതെന്ന് വേണിക്ക് മനസ്സിലായില്ല. അവൾ ജ്യൂസ് ഗ്ലാസ് വായോട് അടുപ്പിച്ചു. ഞങ്ങൾ വേണിയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത് മോഡലായി. ധന്യ അത് പറഞ്ഞതും കുടിച്ചുകൊണ്ടിരിക്കുന്ന ജ്യൂസ് വേണിയുടെ നെറുകയിൽ കയറി. അവൾ ചുമച്ചുകൊണ്ട് ഗ്ലാസ് ടേബിളിൽ വെച്ചുകൊണ്ട് കണ്ണും തള്ളി ധന്യയെ നോക്കി. സോറി, പെട്ടെന്ന് കേട്ടപ്പോൾ പറ്റിയതാ. അല്ല, മാഡം എന്താ പറഞ്ഞത്? താൻ കേട്ടത് തന്നെയാടോ. ഈ മാസത്തെ തീം മോഡലായി ഏറ്റവും ചേരുന്നത് താനാണ്. ഇയാൾക്ക് സമ്മതമാണെങ്കിൽ നമുക്ക് ട്രയലൊക്കെ നോക്കാം. അത് കേട്ടപ്പോൾ വേണി നോക്കിയത് കണ്ണൻ്റെ മുഖത്തേക്കാണ്. അവൻ്റെ മുഖത്ത് നോക്കി തന്നെ അവൾ മറുപടി പറഞ്ഞു. ഞാൻ ഒന്ന് ആലോചിച്ചിട്ട് പറയാം മാഡം. അത് മതിയടോ. തനിക്ക് താല്പര്യമാണെങ്കിൽ വീട്ടുകാരോടും സംസാരിച്ച് തീരുമാനിച്ചറിയിച്ചാൽ മതി, ധന്യ പറഞ്ഞു. ഓക്കെ, അപ്പം നിങ്ങൾ സംസാരിച്ചിരിക്കുക. എനിക്ക് കുറച്ച് ജോലിയുണ്ട്. സീ യു ഓൾ ലേറ്റർ. അതും പറഞ്ഞ് ധന്യ പുറത്തേക്ക് ഇറങ്ങിപ്പോയി. ഏട്ടനാണ് ചേച്ചി, ഞാനും ഇറങ്ങുവാണ്. ചേച്ചി ഇറങ്ങുമ്പോൾ ഏട്ടൻ്റെ കൂടെ വന്നേക്കണേ. അതും പറഞ്ഞ് അച്ചുവും ഇറങ്ങി. കണ്ണൻ എഴുന്നേറ്റ് ചെന്ന് ഡോർ അടച്ച് ലോക്ക് ചെയ്തു. എന്നിട്ട് അവളുടെ മുൻപിലുള്ള ചെയറിൽ വന്നിരുന്ന് അവളെ നോക്കി. കണ്ണേട്ടാ, ഞാൻ മോഡലായ ശരിയാകുമോ? അവൾ ചോദിച്ചു. അതവിടെ നിൽക്കട്ടെ. ഇപ്പോൾ എൻ്റെ പി ആയി ഇവിടെ വന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് ഒന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഉപകാരമായനെ. അത് അച്ഛനൊരാഗ്രഹം, ഞാൻ ഏട്ടൻ്റെ പി ആയി ജോലിക്ക് കയറണമെന്ന്. ഓഹോ, അപ്പോൾ അച്ഛൻ്റെ ആഗ്രഹത്തിനാണ്, അല്ലാണ്ട് സ്വയം തോന്നിയതല്ല അല്ലേ? അല്ല, അങ്ങനെയല്ല. പിന്നെങ്ങനെ? അച്ഛൻ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്കും ആഗ്രഹം തോന്നി, അതാ ഞാൻ വന്നത്. അല്ല, ഞാൻ എപ്പോഴാ നിന്റെ വീടിൻ്റെ അടുത്തുള്ളവനായത്? അതും അച്ഛൻ പറഞ്ഞു തന്നതാണോ? അവൻ ചോദിച്ചു. ജോലിക്ക് കയറുമ്പോൾ MDയുടെ ഭാര്യയാകാൻ പോകുന്ന ആളി എന്ന പരിഗണന എനിക്ക് വേണ്ട. സാധാരണക്കാരിയായി കയറണമെന്ന ആഗ്രഹമെന്ന് പറഞ്ഞപ്പോൾ അച്ഛനാ പറഞ്ഞേ വീടിൻ്റെ അടുത്തുള്ള ആളാണെന്ന് പറഞ്ഞാൽ മതിയെന്ന്. കൊള്ളാം. അല്ല, നിനക്ക് താല്പര്യമുണ്ടോ മോഡലാകാൻ? കണ്ണേട്ടൻ്റെ അഭിപ്രായം എന്താ? എൻ്റെ അഭിപ്രായത്തെക്കാളും നിൻ്റെ ഇഷ്ടമാണ് വലുത്. എൻ്റെ ഡിസൈനുകളാണ് തന്നെ ഡ്രസ്സിൽ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഏറ്റവും ബ്യൂട്ടിഫുള്ളായ ഒരു പെൺകുട്ടി തന്നെ അത് ധരിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. അതിന് ഏറ്റവും മാച്ച് ആവുക നീ തന്നെയാണ്. പക്ഷേ നിനക്കിഷ്ടമില്ലെങ്കിൽ ഞാൻ നിർബന്ധിക്കില്ല. എനിക്കിഷ്ടക്കുറവൊന്നുമില്ല. അപ്പോൾ ധന്യയോട് പറയട്ടെ നീ റെഡിയാണെന്ന്? പറഞ്ഞോളൂ, പക്ഷേ ഒരു കണ്ടീഷനുണ്ട്, അവൾ മടിയോടെ പറഞ്ഞു. എന്താണെന്ന അർത്ഥത്തിലുള്ള അവൻ്റെ നോട്ടം കണ്ട് അവൾ പറഞ്ഞു. കണ്ണേട്ടൻ കൂടെ തന്നെ കാണണം. അതെന്താ അങ്ങനെ? അവൻ കുസൃതി ചിരിയോടെ ചോദിച്ചു. ഏട്ടൻ കൂടെയുള്ളതാ എൻ്റെ ധൈര്യം. അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി അവൾ പറഞ്ഞു. ആ മറുപടി അവനിൽ ഒരുപാട് സന്തോഷം നിറച്ചു എന്ന് അവൻ്റെ മുഖത്ത് കാണുന്നുണ്ടായിരുന്നു.
പെട്ടെന്നാണ് ഡോറിൽ തട്ടുന്ന ശബ്ദം കേട്ടത്. കണ്ണൻ അവളിൽ നിന്നും നോട്ടം മാറ്റി പോയി ഡോറ് തുറന്നു. വേണി നോക്കിയപ്പോൾ ഒരു പെൺകുട്ടി അകത്തേക്ക് കയറി വരുന്നതാണ് കണ്ടത്. നല്ല വെളുത്ത നിറം, ഒട്ടും വണ്ണമില്ല. തോളറ്റമുള്ള മുടി സ്ട്രൈറ്റായി ചെയ്ത് അഴിച്ചിട്ടിരിക്കുന്നു. ഒരു ജീൻസും ടോപ്പുമാണ് വേഷം. അകത്തേക്ക് കയറിയ ഉടനെ കയ്യിലുണ്ടായിരുന്ന ഹാൻഡ് ബാഗ് സോഫയിലേക്കിട്ടു. കണ്ണ, അപ്പം ഞാനല്ല മോഡലെന്ന് തീരുമാനിച്ചോ? കണ്ണൻ്റെ മുൻപിൽ കൈകെട്ടി നിന്നാണ് ചോദ്യം. ഈ മാസത്തെ മോഡലായി അഞ്ജന ശരിയാവില്ല. അത് എൻ്റെ മാത്രമല്ല, ധന്യയുടെയും പ്രശാന്തിൻ്റെയും ഒക്കെ അഭിപ്രായമാണ്. അവൻ ടേബിളിലേക്ക് ചാരി നിന്നുകൊണ്ട് പറഞ്ഞു. അപ്പോൾ ഇതാണ് ധന്യ മേഡം പറഞ്ഞ അഞ്ജന. കണ്ണേട്ടൻ്റെ കസിൻ എന്നാണല്ലോ പറഞ്ഞിരുന്നത്. പക്ഷേ വീട്ടിൽ വെച്ച് ആരും ഈ കുട്ടിയെ പറ്റി ഒന്നും പറഞ്ഞു കേട്ടിട്ടില്ല. വേണി ആലോചിച്ചു. ഇത്രയും നാളും ഞാനല്ലേ നിങ്ങളുടെ മോഡലായിരുന്നത്. പിന്നെ ഇപ്പോൾ മാത്രം എന്താ നിങ്ങൾക്കൊരു മാറ്റം? ഇത്രയും നാളും തനിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരേ രീതിയിലുള്ള തീമാണ് നമ്മൾ ചെയ്തിരുന്നത്. എന്നാൽ ഈ മാസം അങ്ങനെയല്ല, അത് ഇയാൾക്കും അറിയാലോ. അവൾ മറുപടി എന്തോ പറയാൻ വന്നപ്പോഴാണ് ഇതെല്ലാം കണ്ടുകൊണ്ട് അവരെ തമ്മിൽ മാറി മാറി നോക്കിയിരിക്കുന്ന വേണിയെ ശ്രദ്ധിക്കുന്നത്. ഇതാരാ? എൻ്റെ പുതിയ PA ആണ്, കൃഷ്ണവേണി. കണ്ണൻ വേണിയെ നോക്കിക്കൊണ്ട് പറഞ്ഞു. അഞ്ജന വേണിയെ അടിമുടിയൊന്ന് നോക്കി. അസിസ്റ്റന്റ് തൽക്കാലം ഒന്ന് പുറത്തേക്ക് നിൽക്ക്, ഞങ്ങൾക്ക് കുറച്ച് സംസാരിക്കാനുണ്ട്. അത് കേട്ടതും വേണി കണ്ണനെ ഒന്ന് നോക്കിക്കൊണ്ട് അവിടെ നിന്നും എഴുന്നേറ്റ് ഡോറിൻ്റെ അടുത്തേക്ക് നടന്നു. കൃഷ്ണ, നീ ഇപ്പം എങ്ങോട്ടും പോകുന്നില്ല, ഇങ്ങ് വാ. കണ്ണൻ അവിടെ നിന്ന് വിളിച്ചു പറഞ്ഞതും അവൾക്ക് എന്തെന്നില്ലാത്ത സന്തോഷം തോന്നി. എന്നാൽ അഞ്ജനയ്ക്ക് അതിശയവുമാണ് തോന്നിയത്. ഇപ്പോൾ വന്നു കയറിയ ഒരു പെണ്ണിനോട് ഇത്ര കടുപ്പമോ? അവൾ ആലോചിച്ചു. അഞ്ജന, കൃഷ്ണ എനിക്ക് PA മാത്രമല്ല, എനിക്ക് വേണ്ടപ്പെട്ട ആളാണ്. കൃഷ്ണയാണ് ഈ മാസത്തെ ഇവിടുത്തെ ഡിസൈനിൻ്റെ മോഡൽ. അവൻ പറഞ്ഞത് കേട്ട് അവൾ ഞെട്ടലോടെ വേണിയെ നോക്കി. അവൾ ഒരു നെറുപുഞ്ചിരിയോടെ കണ്ണനെ നോക്കി നിൽക്കുകയാണ്. കണ്ണൻ്റെ നോട്ടവും അവളുടെ മുഖത്താണ്. ഇതുവരെ താൻ അവനിൽ കണ്ടിട്ടില്ലാത്തൊരു പുതിയ ഭാവമാണ് അവനിപ്പോൾ ഉള്ളതെന്ന് അവൾക്ക് തോന്നി. താൻ ഉൾപ്പെടെ വേറെ ആരെയും നോക്കുന്ന നോട്ടമല്ല അവനിപ്പോൾ ഈ പെൺകുട്ടിയെ നോക്കുന്നത്. അടുപ്പുള്ള എല്ലാവരെയും തന്നെ അഞ്ജു എന്ന് വിളിക്കുമ്പോൾ ചെറിയ പരിചയം മാത്രമുള്ളവരെ പോലെ കണ്ണൻ എപ്പോഴും തന്നെ അഞ്ജന എന്നേ വിളിച്ചിട്ടുള്ളൂ. എന്നിട്ടിപ്പോൾ അവളെ വിളിക്കുന്നത് കൃഷ്ണ എന്ന്. ദേഷ്യവും അസൂയവുമുള്ള പൊന്തി വരുന്നത് അവൾ അറിഞ്ഞു. എങ്കിലും അത് ബുദ്ധിപൂർവ്വം അടക്കി അവൾ വേണിയെ നോക്കി പുഞ്ചിരിച്ചു. ഓ, ഞാൻ അറിഞ്ഞില്ല ഇയാളാണ് ആ മോഡലെന്ന്. കൺഗ്രാറ്റ്സ് കൃഷ്ണവേണി, അവൾ വേണിക്ക് കൈ കാണിച്ചുകൊണ്ട് പറഞ്ഞു. വേണി ഒരു മടിയോടെ അവൾക്ക് തിരിച്ച് കൈ കൊടുത്തു. താങ്ക് യു മേഡം. ഏയ്, എന്നെ അങ്ങനെയൊന്നും വിളിക്കണ്ട, അഞ്ജന അല്ലെങ്കിൽ അഞ്ജു, അത് മതി, അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ഓ ഓക്കെ അഞ്ജന, വേണി ചിരിച്ചുകൊണ്ട് മറുപടി കൊടുത്തു. ഓക്കെ, അപ്പം നിങ്ങൾ സംസാരിക്ക്, ഞാൻ ഇറങ്ങുന്നു. സി യു കണ്ണ ആൻഡ് കൃഷ്ണവേണി, പിന്നീട് നമുക്ക് ശരിക്കൊന്ന് പരിചയപ്പെടണം, ബായ്. അതും പറഞ്ഞ് ഗൂഢമായ ഒരു ചിരിയോടെ അവൾ ബാഗെടുത്ത് പുറത്തേക്ക് ഇറങ്ങി. അവളുടെ പുറത്തേക്ക് ഇറങ്ങാൻ നോക്കിയ വേണിയെ കണ്ണൻ പുറകിൽ നിന്ന് വിളിച്ചു. ഒന്ന് നിന്നേ. അവൾ തിരിഞ്ഞു നിന്ന് എന്താണെന്ന അർത്ഥത്തിൽ അവനെ നോക്കി. നീ എൻ്റെ ആരാ കൃഷ്ണ? അവളുടെ തൊട്ടു മുന്നിൽ വന്ന് കൈകെട്ടി നിന്നാണ് ചോദ്യം. പെട്ടെന്ന് അങ്ങനെ ചോദിച്ചപ്പോൾ അവൾ എന്തു പറയണമെന്നറിയാതെ നിന്നു. പറയടോ, നമ്മൾ തമ്മിലുള്ള ബന്ധം എന്താ? അവൻ വീണ്ടും ചോദിച്ചു. നമ്മൾ വിവാഹം ചെയ്യാൻ പോകുന്നവരല്ലേ? അവൾ തിരിച്ചു ചോദിച്ചു. ആണല്ലോ, അപ്പോൾ എന്നിൽ നിനക്കും അധികാരമുണ്ട്. ഒരുത്തി മാറി തരാൻ പറയുമ്പോഴേക്കും നീ എഴുന്നേറ്റ് പോകേണ്ട കാര്യമില്ല. അവൻ ഗൗരവത്തിൽ പറഞ്ഞുകൊണ്ട് ചെയറിൽ പോയിരുന്നു. ആൾ പിണങ്ങിയെന്ന് അവൾക്ക് മനസ്സിലായി. അവൾ അവൻ്റെ അടുത്തേക്ക് ചെന്ന് കയ്യിലൊന്ന് തോണ്ടി വിളിച്ചു. ഏട്ടാ. അവനൊന്ന് മൂളി. കണ്ണേട്ടാ, അവൾ വീണ്ടും വിളിച്ചു. എന്താടോ? അവൻ അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു. സോറി, ഇനി ഇങ്ങനെ ഉണ്ടാകില്ലെന്നേ, അവൾ കൊഞ്ചിക്കൊണ്ട് പറഞ്ഞു. അവളുടെ സംസാരം കേട്ട് എത്ര ശ്രമിച്ചിട്ടും കണ്ണന് ചിരി നിയന്ത്രിക്കാൻ സാധിച്ചില്ല. അവൻ ചിരിക്കുന്നത് കണ്ട് അവളും അവൻ്റെ ഒപ്പം ചിരിക്കാൻ തുടങ്ങി.